ഒരിക്കലും ഒഴികഴിവുകളെ ആശ്രയിക്കരുത്. ഒരിക്കൽ ക്രിസ്റ്റഫർ എന്നൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവൻ കള്ളം പറയുന്നതും ഒഴികഴിവുകൾ പറയുന്നതും ഒരു മോശം ശീലമായിരുന്നു. അവൻ ഒരിക്കലും പാഠങ്ങൾ പഠിക്കാൻ ശ്രമിച്ചില്ല. പരീക്ഷാ സമയമായിരുന്നു. എല്ലാ കുട്ടികളും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷേ ക്രിസ്റ്റഫർ സമയം പാഴാക്കുകയായിരുന്നു. ക്രിസ്റ്റഫർ തന്റെ സുഹൃത്തുക്കളിൽ നിന്ന് പകർത്തി പരീക്ഷ പാസ്സാകുമെന്ന് കരുതി. ഭാഗ്യം പോലെ ക്രിസ്റ്റഫറിനെ ഒറ്റയ്ക്ക് ഇരുത്തി പരീക്ഷ എഴുതാൻ നിർബന്ധിച്ചു. ഇപ്പോൾ ക്രിസ്റ്റഫർ ശൂന്യനായിരുന്നു. എന്ത് എഴുതണമെന്ന് അവനറിയില്ല. അവന്റെ മുഖം വിളറി. അവന്റെ അവസ്ഥ കണ്ട് ടീച്ചർ അവനെ വിളിച്ച് വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് നന്നായി തയ്യാറെടുക്കാൻ ഉപദേശിച്ചു. ക്രിസ്റ്റഫർ സ്വയം പരിഷ്കരിച്ചു. നന്നായി പഠിക്കാൻ സൂസൻ ഒരു മടിയൻ പെൺകുട്ടിയായിരുന്നു. അവൾ എപ്പോഴും കാര്യങ്ങൾ മാറ്റിവെക്കാറുണ്ടായിരുന്നു. അവളുടെ അച്ഛൻ എപ്പോഴും കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാൻ അവളെ ഉപദേശിച്ചിരുന്നു. പക്ഷേ അവൾ ഒരിക്കലും അവന്റെ വാക്കു കേട്ടില്ല. സമയത്തിന്റെ മൂല്യം അവൾക്ക് മനസ്സിലാക്കിക്കൊടുക്കാൻ ഒരു ദിവസം അവളുടെ അച്ഛൻ അവളെ വിളിച്ചു പറഞ്ഞു, പോയി നിന്റെ അലമാര പരിശോധിക്കുക. നിനക്കായി ഒരു സർപ്രൈസ് സമ്മാനമുണ്ട്. സൂസൻ എപ്പോഴും പറഞ്ഞതുപോലെ കുറച്ച് സമയത്തിനുള്ളിൽ കാണാം. അവൾ അത് പൂർണ്ണമായും മറന്നു. പിറ്റേന്ന് രാവിലെ സർപ്രൈസ് സമ്മാനത്തെക്കുറിച്ച് ഓർമ്മിച്ചപ്പോൾ അവൾ തന്റെ അലമാര പരിശോധിക്കാൻ പോയി. അലമാര തുറന്നപ്പോൾ സൂസൻ തന്റെ പ്രിയപ്പെട്ട കലാകാരന്റെ സ്റ്റേജ് ഷോ ടിക്കറ്റ് കണ്ടെത്തി. പക്ഷേ കഴിഞ്ഞ ദിവസം ഷോ ഇതിനകം കഴിഞ്ഞിരുന്നതിനാൽ അത് അവൾക്ക് പ്രയോജനകരമായിരുന്നില്ല. സൂസൻ വളരെ ദുഃഖിതയായി കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ശീലത്തിൽ പശ്ചാത്തപിച്ചു. ഈ സംഭവത്തിൽ നിന്ന് അവൾ ഒരു പാഠം പഠിച്ചു. കാര്യങ്ങൾ ഒരിക്കലും മാറ്റിവെക്കില്ലെന്ന് വാഗ്ദാനം ചെയ്തു. ഒരു ഗ്രാമത്തിൽ ഒരു അപകടത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട ഒരു ധനികയായ വൃദ്ധയുണ്ടായിരുന്നു. അവൾ അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് അദ്ദേഹത്തെ സമീപിച്ചു. ഡോക്ടർ വളരെ അത്യാഗ്രഹിയായിരുന്നു. വൃദ്ധയെ കബളിപ്പിച്ച് അവളുടെ വിലയേറിയ എല്ലാ വസ്തുക്കളും അപഹരിക്കാൻ അയാൾ പദ്ധതിയിട്ടു. വൃദ്ധയ്ക്ക് കാഴ്ചയില്ലാത്തതിനാൽ അയാൾ അവളുടെ വീട്ടിൽ നിന്ന് ഒന്നിനു പുറകെ ഒന്നായി സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി. വൃദ്ധയ്ക്ക് കാഴ്ച തിരിച്ചു കിട്ടിയപ്പോൾ ഡോക്ടറുടെ പ്രവൃത്തികളെക്കുറിച്ച് അവൾ മനസ്സിലാക്കി. ഡോക്ടറുടെ ഫീസ് അവർ നൽകിയില്ല. ഡോക്ടർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് മുമ്പത്തെ പോലെ കാണണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷേ എന്റെ വിലയേറിയ വസ്തുക്കൾ എനിക്ക് കാണാൻ കഴിയില്ല. എന്റെ വീട് ശൂന്യമായി തോന്നുന്നു. മുമ്പത്തെ പോലെ കാണാൻ കഴിയാത്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പണം നൽകും? വൃദ്ധ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ഡോക്ടർ മനസ്സിലാക്കി. അയാൾ മോഷ്ടിച്ചതെല്ലാം തിരികെ നൽകി. വൃദ്ധ ഇപ്പോൾ വാഗ്ദാനം ചെയ്തപോലെ ഫീസ് നൽകി.